ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക ഫ്രൈ ആണ്. അതിനായിട്ട് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്ത ശേഷം നമുക്കിത് മുറിച്ചെടുക്കണം. ഇതുപോലെ 4 ഇതളുകൾ വിടർന്നു വരുന്ന രീതിയിൽ വേണമേ നമ്മളിത് മുറിച്ചെടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുന്നത്. ഇതുപോലത്തെ രീതിയിൽ വേണം ഇത് മുറിച്ചെടുക്കേണ്ടത്. നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ച എല്ലാ കോവയ്ക്കും ഇതുപോലെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്കുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവേൻ്റെ പൊടിയാണ് കേട്ടോ. ഉലുവയും കറിവേപ്പിൻ്റെ ഇലയും നന്നായിട്ട് വറുത്ത് പൊടിച്ച പൊടി ഉണ്ടാവില്ല, ആ പൊടിയാണ് നമ്മളിതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു പൊടി മാത്രമാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി അതിലിട്ട് നന്നായിട്ട് മസാല തിരുമ്മി പിടിപ്പിക്കുക ചെയ്യുക. എണ്ണയൊക്കെ തിളച്ച് നന്നായി ചൂടായ ശേഷം നമ്മൾ മസാല തേച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അപ്പോൾ നമ്മളെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ പച്ചക്കറിയൊക്കെ തിന്നാത്ത കുട്ടികൾക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും.